Hi all, welcome to new lecture of discrete mathematics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടഡ് ലാറ്റിസസിനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ലാറ്റിസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടഡ് ലാറ്റിസൺ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഒരു ലാറ്റീസിന് ബൗണ്ടഡ് ലാറ്റിസ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും ഉണ്ടാവണം. ഓക്കെ, അതായത് ഒരു ലാറ്റീസിന് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഉണ്ട് ലീസ്റ്റ് എലമെൻറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലാറ്റീസിനെ നമ്മൾ ബൗണ്ടഡ് ലാറ്റീസ് എന്ന് പറയും. ഗ്രേറ്റസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ 1 എന്നും ലീസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ 0 എന്നുമാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ജനറലി ഒരു ബൗണ്ടഡ് ലാറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൊട്ടേഷൻ ആദ്യം L, പിന്നെ ഡിസ്ജങ്ഷൻ, പിന്നെ കൺജങ്ഷൻ. ഡിസ്ജങ്ഷൻ ഉദ്ദേശിക്കുന്നത് സുപ്രീമം, കൺജങ്ഷൻ ഉദ്ദേശിക്കുന്നത് ഇൻഫിമം, പിന്നെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടാവും ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ഒരു ബൗണ്ടഡ് ലാറ്റീസിന് ഗ്രേറ്റസ്റ്റ് എലമെന്റിന് 1 ലീസ്റ്റ് എലമെന്റിന് 0 എന്നും പറയും. അപ്പോൾ 0, 1 ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൗണ്ടഡ് ലാറ്റീസിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ബൗണ്ടഡ് ലാറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആൻഡ് എ ലീസ്റ്റ് എലമെന്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു എസ് എടുക്കുക, നോൺ എംപ്റ്റി സെറ്റ്. ആ സെറ്റിൻ്റെ പവർ സെറ്റ് പി ഓഫ് എസ് എടുക്കുക. ഓക്കെ, അപ്പോൾ പി ഓഫ് എസിൽ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. അതായത് നമ്മുടെ സബ്സെറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിൻ്റെ പവർ സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എസ് അണ്ടർ ദിസ് സബ്സെറ്റ് റിലേഷൻ ഒരു ലാറ്റീസ് ആയിരിക്കും. ആ ലാറ്റീസ് ബൗണ്ടഡ് ലാറ്റീസ് ആയിരിക്കും. കാരണം ആ ലാറ്റീസിന് ഒരു ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ട്, അതായത് എസ്. ഓക്കെ, അതായത് ആ സബ്സെറ്റുകളിൽ ഏറ്റവും വലിയ സെറ്റ് ഏതാണ്, സബ്സെറ്റുകളിൽ ഏറ്റവും വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എസ് ആയിരിക്കും ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആയിട്ട് വരിക. അതുപോലെ എം ടി സെറ്റ് ആയിരിക്കും ലീസ്റ്റ് എലമെന്റ് ആയിട്ട് വരിക. അതുകൊണ്ട് പി ഓഫ് എസ് അണ്ടർ ദി സബ്സെറ്റ് റിലേഷൻ ഫോംസ് എ ബൗണ്ടഡ് ലാറ്റിസ്. അപ്പോൾ ബൗണ്ടഡ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആ ലാറ്റിസിന് ഒരു ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടാകണം, ഒരു ലീസ്റ്റ് എലമെന്റും ഉണ്ടായിരിക്കണം. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഇസെഡ് പ്ലസ് എടുക്കുക. ഇസെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇസെഡ് പ്ലസ് അണ്ടർ അവർ യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ആ സാധാരണ നമ്മളെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതാണ് നമ്മുടെ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇസെഡ് പ്ലസ് അണ്ടർ ദിസ് സബ്സെറ്റ് റിലേഷൻ ഈസ് നോട്ട് എ ബൗണ്ടഡ് ലാറ്റീസ്. അതെന്തായിരിക്കില്ല, ബൗണ്ടഡ് ലാറ്റീസ് ആയിരിക്കില്ല. കാരണം എന്താ, ബൗണ്ടഡ് ലാറ്റീസ് ആവണമെങ്കിൽ അതിന് എന്തുണ്ടാവണം, ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടാകണം, ലീസ്റ്റ് എലമെന്റ് ഉണ്ടാകണം. 0 ഒരു ലീസ്റ്റ് എലമെന്റ് ആണ്, പക്ഷേ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഈ സെറ്റിന്, ഈ ലാറ്റിസിന് ഇല്ല. ഓക്കെ, ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടാവണമെങ്കിൽ എല്ലാ എലമെന്റും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ്ഗർ എലമെന്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു ബിഗ്ഗർ എലമെന്റ് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇസെഡ് പ്ലസ് ഇങ്ങനെ അവസാനിക്കാതെ പോവാണ്, അല്ലേ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അവസാനിക്കാതെ പോവാണ്. അതുകൊണ്ട് അതിനൊരു ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ലാറ്റിസ് ഇസെഡ് പ്ലസ് അണ്ടർ ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഈസ് നോട്ട് എ ബൗണ്ടഡ് ലാറ്റിസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ലാറ്റിസ് ഷോൺ ബിലോ ഈസ് എ ബൗണ്ടഡ് ലാറ്റിസ്. താഴത്തെ ഒരു ലാറ്റിസിന്റെ ഹെസി ഡയഗ്രാം തന്നിട്ടുണ്ട്. അതൊരു ബൗണ്ടഡ് ലാറ്റിസ് ആണെന്ന് കാണിക്കണം. ബൗണ്ടഡ് ലാറ്റിസ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്നും ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെന്നും കാണിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ എഫ് എന്ന് പറയുന്നത് എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആണ്. എഫ് ഇയോട് റിലേറ്റഡ് ആണ്, സിയോട് റിലേറ്റഡ് ആണ്, ഡിയോട് റിലേറ്റഡ് ആണ്, ബിയോട് റിലേറ്റഡ് ആണ്, എയോട് റിലേറ്റഡ് ആണ്. അപ്പോൾ എഫ് ഈസ് റിലേറ്റഡ് ടു എവരി എലമെന്റ്. സോ എഫ് ഈസ് ദ ലീസ്റ്റ് എലമെന്റ്. എഫ് ഈസ് ദ ലീസ്റ്റ് എലമെന്റ്. അതുപോലെ എ എടുക്കൂ, എ എല്ലാ എലമെന്റ്, എഫ് എയോട് റിലേറ്റഡ് ആണ്, സി എയോട് റിലേറ്റഡ് ആണ്, ഇ എയോട് റിലേറ്റഡ് ആണ്, ഡി എയോട് റിലേറ്റഡ് ആണ്, ബി എയോട് റിലേറ്റഡ് ആണ്. അതായത് എല്ലാ എലമെന്റ്സും എയോട് റിലേറ്റഡ് ആണ്. സോ എ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ്. സോ ഈ ഒരു ലാറ്റീസിന് എന്തുണ്ട്, ലീസ്റ്റ് എലമെന്റും ഉണ്ട് ഗ്രേറ്റസ്റ്റ് എലമെന്റും ഉണ്ട്. സോ ദിസ് ഈസ് എ ബൗണ്ടഡ് ലാറ്റീസ്. ബൗണ്ടഡ് ലാറ്റീസ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നിരിക്കുന്ന ഹെസി ഡയഗ്രാമിൽ എല്ലാ എലമെന്റ്സും എയോടും അതുപോലെ എഫ് എല്ലാ എലമെന്റ്സിനോടും റിലേറ്റഡ് ആണ്. സോ എ ആൻഡ് എഫ് ആർ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് എലമെന്റ്സ്. സോ ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ലാറ്റീസ്. നെക്സ്റ്റ് ഒരു തിയറം. എല്ലാ ഫൈനൈറ്റ് ലാറ്റിസുകളും കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ഫൈനൈറ്റ് ലാറ്റിസുകളും ബൗണ്ടഡ് ആണ് എന്നാണ്. ഫൈനൈറ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെറ്റ് ആണല്ലോ. ആ സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. കൃത്യമായിട്ട് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൈറ്റ് ലാറ്റിസ് എന്ന് പറയും. എല്ലാ ഫൈനൈറ്റ് ലാറ്റിസുകളും ബൗണ്ടഡ് ആണ്. എല്ലാ ഫൈനൈറ്റ് ലാറ്റിസും ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് മീൻസ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആൻഡ് ഇറ്റ് ഹാസ് എ
ലീസ്റ്റ് എലിമെൻറ്റ്. ഓക്കെ, സോ നമ്മൾ എൽ എന്ന് പറയുന്ന സെറ്റ് എടുത്തു. എൽ എന്ന് പറയുന്ന സെറ്റ് A1 A2 എക്സെട്ര AN ആണെന്ന് വിചാരിക്കുക. അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. എൽ ലാറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൽ ലാറ്റീസ് ആയതുകൊണ്ട് A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ A3 ഡിസ്റ്റങ്ഷൻ AN എല്ലിൽ ഉണ്ടാവും. അതായത് ലാറ്റീസിൻ്റെ പ്രത്യേകത എന്താ, ഏത് 2 എലിമെൻസിൻ്റെയും ഇൻഫിമും സുപ്രീമും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ A1ഉം A2ഉം എടുത്തു കഴിഞ്ഞാൽ A1 ഡിസ്റ്റങ്ഷൻ A2 എല്ലിനകത്ത് ഉണ്ടാവും. സോ A1 ഡിസ്റ്റങ്ഷൻ A2 ഒരു എലമെൻ്റ് ആണ്. A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ A3 എല്ലിനകത്ത് ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് പറയാം, A1 ഡിസ്റ്റങ്ഷൻ അസോസിയേറ്റീവ് ആണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ A3 ഡിസ്റ്റങ്ഷൻ എക്സെട്ര ഡിസ്റ്റങ്ഷൻ AN എവിടെ ഉണ്ടാവും, എല്ലിനകത്ത് ഉണ്ടാവും. അതുപോലെ A1 കൺജങ്ഷൻ A2 കൺജങ്ഷൻ A3 കൺജങ്ഷൻ AN എവിടെ ഉണ്ടാവും, എല്ലിനകത്ത് ഉണ്ടാവും. സോ മാത്രമല്ല എല്ലാ എലമെൻറ്റും ഡിസ്റ്റങ്ഷനോടും കൺജങ്ഷൻ എല്ലാ എലമെൻറ്റിനോടും റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ AN എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. അതുപോലെ A1 കൺജങ്ഷൻ A2 കൺജങ്ഷൻ A3 കൺജങ്ഷൻ AN എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഫൈനൈറ്റ് ലാറ്റീസ് എടുത്താലും ആ ഫൈനൈറ്റ് ലാറ്റീസിൽ A1 കൺജങ്ഷൻ A2 കൺജങ്ഷൻ AN ഉണ്ടാകും. A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ AN ഉണ്ടാവും. ഈ A1 ഡിസ്റ്റങ്ഷൻ A2 ഡിസ്റ്റങ്ഷൻ എക്സെട്ര ഡിസ്റ്റങ്ഷൻ AN എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും A1 കൺജങ്ഷൻ A2 കൺജങ്ഷൻ A3 കൺജങ്ഷൻ എക്സെട്ര കൺജങ്ഷൻ AN എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് എലമെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എല്ലാ ലാറ്റീസുകളും ഒരു ബൗണ്ടഡ് ലാറ്റീസുകളാണ്. എല്ലാ ഫൈനൈറ്റ് ലാറ്റീസുകളും ഒരു ബൗണ്ടഡ് ലാറ്റീസാണ്. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് ലാറ്റീസുമായി ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻറ്റ് തിയറി ഇതാണ്, എല്ലാ ഫൈനൈറ്റ് ലാറ്റീസുകളും ഒരു ബൗണ്ടഡ് ലാറ്റീസാണ്. ഇത്രയാണ് നമ്മൾ ബൗണ്ടഡ് ലാറ്റീസിൽ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒരു ബൗണ്ടഡ് ലാറ്റീസ്, എങ്ങനെയാണ് ഒരു ലാറ്റീസ് ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു തിയറും. ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം നമ്മൾ എല്ലാ സെക്ഷനിലും ഒരു തിയറം വെച്ചാണ് പഠിക്കുന്നത്. ഒരു തിയറാണല്ലോ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ആവും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നമ്മൾ എല്ലാ തിയറംസും എഴുതി പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിനെ കുറിച്ചൊരു ധാരണ വരും. പലർക്കും പ്രൂഫുകൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഉള്ളവർ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതല്ലെങ്കിൽ നമുക്കൊരു ലൈവ് ക്ലാസ് വെച്ചിട്ട് എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.